ഫുഡ് ആപ്പ് വഴി രാജ്യത്ത് ഏറ്റവും അധികം ആളുകൾ ഓർഡർ ചെയ്യുന്ന ഭക്ഷണം ബിരിയാണി. ഓരോ മിനിറ്റിലും 150 ബിരിയാണി വീതമാണ് ഓർഡർ ചെയ്യുന്നത്. ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പായ സ്വിഗ്ഗിയാണ് കണക്കുകൾ പുറത്തുവിട്ടത്. അഭിരാമി മോഹനുണ്ട് തത്സമയം. അഭിരാമി, ഗുഡ് മോർണിംഗ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്ന ഒരു ഭക്ഷണമാണ് ബിരിയാണി എന്ന് വായിക്കുന്നതിൽ അല്ലെങ്കിൽ പറയുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ബിരിയാണി അഡിക്റ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം. അഭിരാമിയുടെ കാര്യത്തിൽ എങ്ങനെയാണ്? എനിക്കും ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് മോത്തി. ബിരിയാണി ഇഷ്ടമില്ലാത്ത ആളുകൾ ചുരുക്കമായിരിക്കും. ഇപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ പോയാൽ തന്നെ ഒരുപാട് മെനു ഇങ്ങനെ വായിച്ച് നോക്കിയാലും അവസാനം എത്തിച്ചേരുന്നത് ബിരിയാണിയിൽ തന്നെയായിരിക്കും. അങ്ങനെ തന്നെയാണ് സ്വിഗ്ഗിയുടെ കണക്കുകളൊക്കെ പറയുന്നത്. സ്വിഗ്ഗി എല്ലാ വർഷവും ഇതുപോലെ ഓർഡർ ചെയ്ത ഭക്ഷണങ്ങളിൽ ഏതാണ് കൂടുതൽ ഓർഡർ ചെയ്യപ്പെട്ടത് എന്നൊക്കെയുള്ള കണക്കുകൾ എല്ലാ വർഷവും ഇങ്ങനെ പുറത്തുവിടും. അങ്ങനെ ഇത്തരത്തിൽ 2023 കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ ഓർഡർ ചെയ്ത ഭക്ഷണം ബിരിയാണിയാണ്. അതിൽ തന്നെ ചിക്കൻ ബിരിയാണിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഓർഡർ ചെയ്തത്. ഹൈദരാബാദുകാരാണ് ബിരിയാണി കഴിക്കുന്നതിൽ അല്പം മുമ്പിൽ. ഈ കണക്കുകൾ പ്രകാരം ഹൈദരാബാദുകാരാണ് ബിരിയാണി ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്തത്. അതിൽ തന്നെ ഹൈദരാബാദുകാരനായ ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം ഒരു 4 ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്ത ദിവസങ്ങളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ആ ചെറുപ്പക്കാരൻ ഒരു 1600-ലേറെ ബിരിയാണികളാണ് ഓർഡർ ചെയ്തത്. അദ്ദേഹത്തെ തന്നെയാണ് സ്വിഗ്ഗി ഈ ബിരിയാണി പ്രേമി എന്ന് ആ കണക്കുകൾ പറയുന്നത്. ഇങ്ങനെ നിരവധി പേരാണ്, അതായത് നമ്മുടെ ഈ ലോകകപ്പ് സമയത്തൊക്കെ നിരവധി പേരാണ് ബിരിയാണി ഓർഡർ ചെയ്തത്. അങ്ങനെയാണ് നമ്മുടെ ഈ സ്വിഗ്ഗി പുറത്തുവിട്ട കണക്കിൽ ബിരിയാണി 1ാം സ്ഥാനത്തെത്തിയത്. ബിരിയാണി മാത്രമല്ല, വാലന്റൈൻസ് ഡേ സമയത്ത് ചോക്ലേറ്റ് കേക്കുകൾ, അതുപോലെ തന്നെ ഈ നവരാത്രി സമയത്തൊക്കെ ഈ വെജ് ഭക്ഷണം, ഇതൊക്കെ വലിയ രീതിയിൽ ഇങ്ങനെ ആളുകൾ ഓർഡർ ചെയ്തു എന്നാണ് സ്വിഗ്ഗിയുടെ ഈ കണക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. മോത്തി, എന്തായാലും ആളുകൾക്ക് ബിരിയാണിയോടുള്ള ഇഷ്ടം എത്രത്തോളമാണെന്ന് ഈ കണക്കുകൾ തന്നെ നമുക്ക് പറഞ്ഞു തരും. ശരി അഭിരാമി, ബിരിയാണിയുടെ കാര്യം പറഞ്ഞപ്പോൾ അഭിരാമിക്കും എനിക്കും ഒരുപോലെ സന്തോഷം തോന്നി. നിങ്ങൾക്കും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഇതിന് വെജിറ്റേറിയൻ ആയാലും നോൺ വെജിറ്റേറിയൻ ആയാലും ബിരിയാണി എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക വികാരം തന്നെ മലയാളികൾക്കിടയിലുണ്ട്. പൊറോട്ട എന്ന് കേൾക്കുമ്പോഴുള്ള വികാരം പോലെ തന്നെയൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.